ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ താരമായ ഡാനിലോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് അർജന്റീനയുടെയോ ഫ്രാൻസിൻ്റെയോ ഒരു മെച്യൂരിറ്റി ഇപ്പോൾ ബ്രസീലിന് ഇല്ല എന്നായിരുന്നു ഡാനിലോ പറഞ്ഞിരുന്നത്. അതായത് അർജന്റീന, ഫ്രാൻസ് എന്നീ ടീമുകളുടെ പിറകിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബ്രസീലിൻ്റെ കളിശൈലിയിൽ മാറ്റം വരുത്തണം എന്നുകൂടി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അതായത് വിങ്ങുകളിലൂടെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ മാറ്റം വരണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിൽ മുൻ ബ്രസീലിയൻ പരിശീലകനായിരുന്ന, അതുപോലെ തന്നെ മുൻപ് ബ്രസീലിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ദുങ്ക വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഡാനിലോക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആരെങ്കിലും ഇതൊക്കെ പബ്ലിക്കായി പറയുമോ? ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും യോജിക്കാനാവാത്തതാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെയാണ് ദുങ്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇങ്ങനെയൊരു ബ്രസീലിയൻ താരം പറയുമെന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. ബ്രസീൽ അർജന്റീനക്കും ഫ്രാൻസിനും താഴെയാണ് എന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ല ആരാധകർക്ക് കേൾക്കേണ്ടത്. ഇത്തരം മെസ്സേജുകൾ അല്ല ആരാധകരിലേക്ക് എത്തിക്കേണ്ടത്. ഡാനിലോ പറഞ്ഞതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം ടീമിൻ്റെ ക്യാരക്ടർ മാറണമെന്നും നല്ല ഫ്ലയർ ആയിട്ടുള്ള താരങ്ങൾ ഇല്ല എന്നുള്ളതുമാണ്. 1958 മുതൽ ഈ ക്യാരക്ടറാണ് ബ്രസീലിന് ഉള്ളത്. വിങ്ങുകളിലൂടെ ആക്രമിക്കുന്നതാണ് എല്ലാ കാലത്തും ബ്രസീലിൻ്റെ ട്രേഡ് മാർക്ക്. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ദുങ്ക പറഞ്ഞിട്ടുള്ളത്. ഡാനിലോക്കെതിരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രസീലിയൻ താരം പബ്ലിക് ആയിക്കൊണ്ട് പറയാൻ പാടില്ല. അത് ഒരു നല്ല സന്ദേശമല്ല. ഇത് ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് താൻ സങ്കല്പിച്ചിരുന്നില്ല. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ദുങ്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും രണ്ടാമത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ബ്രസീൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലാൻഡാണ് ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.